റോഷിബാലിക്ക് വീണ്ടും. റോഷിബാലി, ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ ഈ വിശ്വസ്തരുമായുള്ള കൂടിക്കാഴ്ച എത്ര നേരമായി തുടങ്ങിയിട്ട്? സ്മൃതി, ജോസഫ് വാഴക്കൻ എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ രമേശ് ചെന്നിത്തല ഈ വിശ്വസ്തരുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങിയതാണ്. കാരണം KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ജോസഫ് വാഴക്കൻ വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്ക് എത്തിയത്. രാവിലെ അൻവർ സാദത്തും KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയതാണ്. ഈ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഉള്ള അസംതൃപ്തി അതവിടെ ചർച്ചയായിട്ടുണ്ട്. കാരണം അൻവർ സാദത്ത് മന്ത്രിസഭയിൽ അർഹനാണ്, മന്ത്രി പദവിക്ക് അർഹനാണ് എന്ന നിലപാടുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും അൻവർ സാദത്തിന് മന്ത്രി പദവി ലഭിക്കില്ല എന്ന് രമേശ് ചെന്നിത്തല വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ കരട് മന്ത്രിസഭാ പട്ടിക തയ്യാറാക്കുമ്പോഴാണ് അതിൽ അൻവർ സാദത്തിന്റെ പേരിൽ ഒടുവിലത്തെ ഘട്ടത്തിൽ IC ബാലകൃഷ്ണൻ പുറത്താകുന്നതെന്നാണ്. IC ബാലകൃഷ്ണൻ പൂർണ്ണമായും രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചില്ലെങ്കിലും രണ്ടാമത്തെ പേരായി, ആദ്യത്തെ പേര് KC വേണുഗോപാലും രണ്ടാമത്തെ പേരായി രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് IC ബാലകൃഷ്ണൻ. ഈ ഒരു സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരും മുതിർന്ന MLA-മാരാണ്. അതാണ് രമേശ് ചെന്നിത്തല ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം. രണ്ടുപേരും 20 വർഷമായി MLA-മാരാണ്. അപ്പോൾ സ്വാഭാവികമായും UDF സർക്കാർ രൂപീകരിക്കുമ്പോൾ അവിടെ ആദ്യ പരിഗണന ലഭിക്കേണ്ട MLA-മാരിൽ ഉള്ളത് ഒന്ന് അൻവർ സാദത്താണ്, രണ്ടാമത്തേത് IC ബാലകൃഷ്ണനാണ്. അപ്പോൾ അവരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. തന്നെ അവഗണിച്ചാലും ഈ രണ്ട് MLA-മാരെ അവഗണിക്കാൻ പാടില്ല എന്നൊരു വാദമാണ് അവിടെ രമേശ് ചെന്നിത്തല ഉയർത്തുന്നത്. ആ വാദത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഇപ്പോൾ ഏതായാലും IC ബാലകൃഷ്ണൻ ഇവിടെയില്ല, TJ വിനോദും ഇവിടെയില്ല. ജ്യോതികുമാർ ചാമക്കാല, TJ വിനോദ് എന്നിവരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന രമേശ് ചെന്നിത്തല വിഭാഗം നേരത്തെ ആവശ്യപ്പെട്ടെങ്കിലും ഈ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള, പരിചയ സമ്പത്തുള്ള രണ്ടുപേരെ ഒഴിവാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നു. ശരി, അതാണ് ഒരു സമ്മർദ്ദം അവിടെ ചെലുത്തുന്നുണ്ട് രമേശ് ചെന്നിത്തല എന്നുള്ളതാണ്. അതിൽ KC പക്ഷത്തിന്റെ, KC വേണുഗോപാലിന്റെ പിന്തുണ കൂടി ഉണ്ടോ എന്നുള്ള കാര്യം കൂടി സൂചനകളായി വരികയാണ്.